മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബിഗ് ബോസ് ടോക്ക് ആണ്. എങ്ങനെയുണ്ട് ആ പവർ കൊടുത്ത സാധനം? പൊക്കി പറയും. അതെനിക്ക് മനസ്സിലായി. പവർ കൊടുത്തല്ലേ, സൂപ്പർ ആയിട്ടുണ്ട്. പവർ കൊടുത്തു. എങ്ങനെയുണ്ടോ അതിന്റെ ഷർട്ട്? പൊളിയായിട്ടുണ്ട്. എങ്ങനെയുണ്ടോ ഈ ഒരു കർട്ടൻ? അടിപൊളി. ഞാനിപ്പോ പൊളിച്ചാണെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? എന്തിനാ തോന്നണത്? സത്യമാണല്ലോ. അങ്ങനെയാണ് സത്യമായിട്ട്. ബിഗ് ബോസ് അങ്ങനെയാണ്. ലോക പുളിച്ചിന്നൊക്കെ പറഞ്ഞാണ്ടല്ലോ. എന്നിപ്പോ കണ്ടിന്യൂസ് ഇതാ പരിപാടി. ബിഗ് ബോസിനെ കുറിച്ച് എന്തൊക്കെയാണ് അവരുടെ അഭിപ്രായം, അതെങ്ങനെ കേൾക്കുക, എന്നിട്ട് ഇങ്ങനെ ആസ്വദിച്ച് എന്തൊരു സുഖം. ആരെങ്കിലും തിരിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മാരകമായിട്ട് റിവെഞ്ചും ചെയ്യാം. അതെ, എന്നോ ഒരു ദിവസം ഇതുപോലെ ആദ്യം തുടങ്ങി വെച്ചത് ഏതാന്നുള്ളത് പറഞ്ഞുതരാം. അതായത് ബിഗ് ബോസ് ചോദിച്ചു, നിങ്ങൾക്ക് എപ്പോഴും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കാൻ നിങ്ങൾ പറയാറുണ്ടല്ലോ, ബിഗ് ബോസ് അതാണ് ഇതാണെന്നൊക്കെ. നിങ്ങൾക്ക് നേരിട്ട് പറയാം, നെഗറ്റീവും പോസിറ്റീവും എന്ത് വേണമെങ്കിലും പറയാം എന്ന് പറഞ്ഞിട്ട് നെഗറ്റീവ് എല്ലാം പോടെ അണ്ണാക്കിലടിച്ചാണ് കൊടുത്തപ്പോ ബിഗ് ബോസ് ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല ആ ലെവലായി. ഇത്രയ്ക്കും ദേഷ്യം. അല്ല, അനുമോള് പറഞ്ഞിട്ടുണ്ടായിരുന്നു കൃത്യമായിട്ട് പക്ഷാഭേദം ഉണ്ട് എന്ന്. അപ്പോ ലാലേട്ടൻ വിളിച്ചിട്ട് എന്നിട്ട് അതിന് മറുപടിയും കൊടുത്താണ്, ഞങ്ങൾക്ക് എല്ലാവരും ഒരുപോലെയാണെന്ന്. പക്ഷെ അത് നിങ്ങളുടെ വാക്കിലുള്ളൂ, പ്രവൃത്തിയിലില്ല. മനസ്സിലായില്ലേ? ഇത്ര നാളായിട്ട് ഞങ്ങളിരുന്ന് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടോ? ഞങ്ങൾക്കറിയാലോ അവിടെ എന്തുമാത്രം നിങ്ങളുടെ എല്ലാരും ഒരുപോലെ കാണുന്ന ആൾക്കാരാണെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അതെ, എല്ലാരും ഒരുപോലെയാണ്. ചിലര് ആരുടെ ബിഗ് ബോസിന്റെ അതേ ബോസിനെ പോലെയാണ്, ചിലർക്ക് സ്പെഷ്യാലിറ്റി കൂടുതലല്ല. എന്താണെങ്കിലും ഇന്നലത്തെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്തത് തലേദിവസത്തെ പരിപാടികൾ കൊണ്ടായിരുന്നു കേട്ടോ. അതായത് തലേദിവസം നമ്മുടെ ഫാൻ സോണിൽ നിന്ന് വന്ന റിക്വസ്റ്റ് പ്രകാരം രണ്ടുപേരുടെ കൈ കെട്ടണം. അത് ഫാൻസ് തെരഞ്ഞെടുത്തത് ആര്യനെയും അനുമോളയായിരുന്നു. അങ്ങനെ കുറെ നേരം കൈയും കെട്ടി നടക്കുകയായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും. ഭയങ്കര രസമായിരുന്നു കേട്ടോ. രണ്ടുപേരും തമ്മിലുള്ള ഒരു കോംബോയ്ക്ക് വന്നപ്പോ നല്ല രസമുണ്ടായിരുന്നു. അനുമോളി ആളുടെ ബെഡ് പോയിട്ട് ആള് സ്പ്രേ ഡിയോഡറന്റ് തേക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു ആ സമയത്ത്. ആരിന് ഞാൻ നോക്കട്ടെ രസം ഉണ്ടായിരുന്നു. അത് ഭയങ്കര ഫണ്ണായിട്ട് തന്നെ പോയിട്ടുണ്ടായിരുന്നു. അനുമോള ചീരിയൊക്കെ രസമായിരുന്നു. ആ സമയത്ത് സംസാരിക്കുന്നത് ഭയങ്കര രസമായിരുന്നു. എന്താണെങ്കിലും അതിനുശേഷമാണ് നമ്മുടെ എപ്പിസോഡ് സ്റ്റാർട്ടായത്. നീല നിലവേ സോങ്. നീല നിലവേ അടിപൊളി സോങ്, ഭയങ്കര അല്ല ഞാൻ വെച്ച് ഇപ്പൊ തുടങ്ങാണ് അങ്ങോട്ട് പാട്ട് പാടാൻ പോവാ. ഇല്ലല്ല, വെറുപ്പിക്കുന്ന പരിപാടി. പാട്ടുകാരനല്ലടാ, പാടറാ. ഞാനോ? നീ യോലോ യോലോ കണ്ട എന്റെ നെഞ്ചത്ത് കണ്ട യോലോ. നീ എന്നെ അപമാനിച്ചു കഴിഞ്ഞെങ്കിൽ ഞാൻ പൊക്കോട്ടെ, എനിക്കത് കേൾക്കുമ്പോഴാണ് പ്രശ്നം. ഓക്കെ, അപ്പോ നീല നിലവേ എന്ന സോങ്ങിൽ നിന്ന് തുടങ്ങി. നല്ല ഗംഭീരമായിട്ടുള്ള ഡാൻസ് അവിടെ ചെയ്തത് സാവുമാനായിരുന്നു. പക്ഷെ സാവുമാന്റെ ക്ലോസ് ആണ് വെച്ചത്, അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു വൈബ് അങ്ങ് മാറി. കുറച്ച് ലോങ്ങിൽ അത് കൊടുക്കണമെങ്കിൽ നല്ല രസമായിരുന്നു. കാരണം എന്താ അറിയോ, അതിന് കറക്റ്റ് ഒരു സ്റ്റെപ്പ് ഉണ്ട്. ആ സ്റ്റെപ്പ് കളിച്ചത് സാവുമാനായിരുന്നു. കളഞ്ഞത് സംഭവം വേറെ ലെവലാട്ടോ, ശരിക്കും പ്ലെയർ. അപ്പോ ഇന്നലെ ശരിക്കും ഇന്നലത്തെ ദിവസം തന്നെ സാബുമാൻ തീയാണ്. ഇന്നലെ അനുമോള്, സാബുമാൻ, ആദില കൊള്ളാം, ഷാനവാസ് കൊള്ളാം. പക്ഷെ മുഴുനീളല്ല. മുഴുനീളം നോക്കി കഴിഞ്ഞാൽ ആദിലയും അനുമോളും സാബുമാനും ഒരു രക്ഷയില്ലായിരുന്നു. പിന്നെ നെഗറ്റീവാണ് നെഗറ്റീവോ പോസിറ്റീവോ നോക്കണ്ട, നെവിനും. അതൊരു സത്യം. ഓണായിരുന്നു. എന്താണെങ്കിലും ഇതിനുശേഷം ക്യാപ്റ്റനെ തെരഞ്ഞെടുക്കുന്ന പരിപാടിയായിരുന്നു കേട്ടോ. അതായത് 3 പേരായിരുന്നു ക്യാപ്റ്റൻസി ടാസ്കിൽ വന്നത്. ടാസ്ക് ഉണ്ടോ ഇല്ല എന്നുള്ളതൊക്കെ പറയാട്ടോ. അതിൽ മത്സരിക്കേണ്ടിയിരുന്നത് 3 പേരാണ്, അക്ബറും നെവിനും ആര്യനും. ഇതിപ്പോ ഒരു ബുള്ളിങ് ഗ്യാങ് ആണല്ലോ. ഇപ്പോ പുതിയതായിട്ട് ഉണ്ടായി വന്ന ഒരു ബുള്ളിങ് ഗ്യാങ് ആണ്. നെവിൻ അതിൽ കൂടിയതാണ് ലേറ്റസ്റ്റ് ആയിട്ട്. അതങ്ങനെയാണല്ലോ. ആള് ഈ ഈച്ചകളെ പോലെയാണ്. എവിടെയെങ്കിലുമൊക്കെ ശർക്കര അല്ലെങ്കിൽ ഈ തേനിന്റെ അംശമൊക്കെ എവിടെയെങ്കിലൊക്കെ വീണ് കിടന്നു കഴിഞ്ഞാൽ അതിൽ പോയി ഒട്ടും. സത്യം. അതുപോലെ ഒരു ഈച്ച, അത്രേ ഉള്ളൂ നെവിൻ. വളരെ വൃത്തിയായിട്ട ഈച്ച. പറയുന്ന പോലെ തന്നെ മണികണ്ഠൻ ഈച്ച. ഇനി മണിയനീച്ച അങ്ങനെ വേണമെങ്കിൽ പറയാം. അത് ഈ വൃത്തികെട്ട അളിഞ്ഞ സാധനങ്ങളൊക്കെ വീണ് നടക്കൂലേ, അവിടെയും പോയി ഒട്ടും. ഇപ്പൊ അങ്ങനെ അളിഞ്ഞ സാധനത്തിലാണ് പോയി ഒട്ടിയിട്ടുള്ളത്. മാത്രല്ല ആൾക്ക് നല്ല ബുദ്ധിയുണ്ട്. നെവിന് കൃത്യമായിട്ട് അറിയാം ഇപ്പൊ ആരാണ് ഇവിടുത്തെ ആളെന്നും ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കണ ആരാണെന്നും ബിഗ് ബോസിന്റെ ഫുൾ രക്തം ഓടുന്നത് ഇതിൽ ഏത് ശരീരത്തിലൂടെയാണെന്നുള്ളതൊക്കെ ഈ ഈച്ചക്ക് നന്നായിട്ട് അറിയാം.
അതിനനുസരിച്ച് നെവിൻ അവിടെ നിൽക്കുന്നുണ്ട്. എന്താണെങ്കിലും 3 പേരെ തെരഞ്ഞെടുത്ത് 3 പേരെയും ക്യാപ്റ്റന്മാരാക്കിയിട്ടുണ്ട്. അതായത് ബിഗ് ബോസ് ചരിത്രത്തില് ബിഗ് ബോസ് എന്തോ വലിയ എന്തോ സംഭവം ചെയ്ത പോലെ അനൗൺസ് ഒക്കെ ചെയ്തായിരുന്നു കേട്ടോ. അതത്രേ ഉള്ളൂ. നമ്മൾ ഇന്നലെ പറഞ്ഞില്ലടാ റിവ്യൂല് ഏത് അറ്റം വരെയും പോകും അക്ബറിനെ വിജയിപ്പിക്കാൻ. അക്ബറിനെ കൊണ്ട് അവിടെ ഒരു ടാസ്ക് കൊടുത്താൽ അത് ഒരിക്കലും അത് അക്ബർ ജയിക്കൂല എന്നുള്ള 100% ഉറപ്പാണ്. സത്യമായിട്ട് ഞങ്ങള് നോക്കി നിൽക്കുകയായിരുന്നു ഏത് ടാസ്ക് ഏത് ലെവലിലേക്ക് പോകും അക്ബറിനെ ജയിപ്പിക്കാൻ, ഏതായിരിക്കും ആൾക്ക് അനുയോജ്യമായിട്ടുള്ള. അതായത് ജയിച്ചു കിട്ടണല്ലോ, അത് ആരിനോടും നെവിനോടും മുട്ടണം, എന്നിട്ട് അക്ബർ ജയിക്കുക എന്ന് പറഞ്ഞാൽ ചില്ലറ കേസല്ലത്. അപ്പൊ ഏത് ലെവലിലേക്ക് ഇവർ പോകും അത് ഇവര് കടന്ന് അപ്പുറത്തേക്ക് ചിന്തിച്ചു. എന്തോ ഒരു വലിയ ഇൻഫ്ലുവൻസ് ആണ് അക്ബർ എന്നുള്ളത് ചിന്തിക്കണം. എന്ത് ചെയ്തു, 3 പേര് അങ്ങോട്ട് ക്യാപ്റ്റന്മാരാക്കി. ചരിത്രത്തിൽ ആദ്യമായിട്ട് വലിയ സംഭവമാണ്. എന്താന്നറിയോ, ഭയങ്കര തന്നെ. അതങ്ങ് കേട്ടപ്പോ തന്നെ എന്തായിരുന്നു സന്തോഷപ്രകടനം എന്നറിയോ. 3 പേര് കെട്ടിപ്പിടിച്ച് അങ്ങ് അപ്രമാദിക്കായിരുന്നു. അപ്പൊ തന്നെ ബിഗ് ബോസ് അടുത്ത ഇത് കൊടുത്തു, അതായത് നോമിനേഷനിൽ രക്ഷപ്പെടാൻ പറ്റൂല, ഇമ്മ്യൂണിറ്റി പവർ ഇല്ല. അല്ലെങ്കിലും ലാസ്റ്റ് ഈ വീക്കിലേക്ക് എത്തുമ്പോ എടുത്തു കളയാറുണ്ട്. പിന്നെ ക്യാപ്റ്റനൊന്നും ഇമ്മ്യൂണിറ്റി കിട്ടാറില്ല. ലാസ്റ്റ് ഒരു 4 വീക്ക് 5 വീക്ക് ആകുമ്പോ തന്നെ നേരത്തെ കളയുന്നതാണ്. പിന്നെ ഇമ്മ്യൂണിറ്റി പവറിന്റെ പരിപാടിയൊന്നും ഇല്ല. അതിൽ മാറ്റൊന്നുമില്ല. അപ്പോ അത് വലിയൊരു, അതായത് ഇവര് 3 പേര് ഒരുമിച്ചാക്കിയത് കൊണ്ട് ഇമ്മ്യൂണിറ്റി പവർ നിങ്ങൾക്ക് ഇല്ല എന്ന് പറഞ്ഞ ഇതായതൊന്നല്ല. പിന്നെ അതുമല്ലേ 7ന്റെ പണി എന്നൊക്കെ പറഞ്ഞ രീതിയിലാണ് ഈ ക്യാപ്റ്റൻസി കൊടുത്തത്. എന്ത് 7ന്റെ പണി ക്യാപ്റ്റൻസി? ഒന്ന് ആലോചിച്ച് നോക്ക്, ബിഗ് ബോസ് സീസൺ ചരിത്രത്തില് ഏറ്റവും ലോങ് ടാസ്ക് കൊടുത്തത് ഈ സീസണിലാണ്. അനുമോൾ, ആര്യൻ, സാബുമാൻ കളിച്ചപ്പോ ആ കയറിൽ പിടിച്ചിട്ടുള്ള ഏറ്റവും കുറെ നേരം ഒരു ദിവസം നിന്ന് ടാസ്ക് ആണ്. എന്നിട്ട് അതില് ഇവർക്ക് തീരുമാനിക്കാൻ പറ്റിയില്ല ആരാ ശരി, ആരാണ് ഇതിൽ പുറത്തായതെന്നുള്ളത്. അതിന് വേണമെങ്കിൽ 3 പേരെ ഒരുമിച്ച് കൊടുക്കായിരുന്നു. ഏത് ടാസ്ക് ഒരുമിച്ച് ജയിച്ചു എന്നുള്ളതുകൊണ്ട്. അതൊരു സത്യം കേട്ടോ. ഇത് ആ ടാസ്ക് മാറ്റിയിട്ട് വേറെ ടാസ്ക് ആക്കി. ആ കയറിൽ തന്നെ പിടിച്ച് മുന്നിൽ നിൽക്കുന്ന ഈ കൈ താഴേക്ക് പോകുന്ന രീതി, അത് വേറെ ടാസ്കാ. കയറിൽ തന്നെയാണ് പിടുത്തുന്നുള്ളൂ. മറ്റേത് ഒരു ബലപ്രയോഗം അല്ലാതെ പിടിച്ചുകൊണ്ട് നടക്കണം എന്നുള്ളതായിരുന്നു. എന്നാൽ 2 ടാസ്ക്. എന്നിട്ട് ഇവിടെ ഒരു ടാസ്കും കൊടുക്കാതെ നേരെ 3 പേരും സ്വന്തം ആൾക്കാര്. അങ്ങനെ നോക്കുമ്പോ നെവിൻ ഒഴിവാക്കാൻ പറ്റൂല, അത് നടക്കൂല. ഇന്ന ആൾക്കാർ അത് ശരിയാവില്ല. അപ്പുറത്ത് നോക്കുമ്പോ ആര്യൻ, പൈസ വരുന്നല്ലേ. പിന്നെ ഇപ്പുറത്ത് അക്ബർ, ഡയറക്ടറിന്റെ സ്വന്തം നടക്കൂലമായ. എന്നാ ഒരു കാര്യം ചെയ്യും, 3 പേർക്കും തൃപ്തിപ്പെടുന്ന രീതിയിൽ. ഹരികൃഷ്ണൻസിലുണ്ടല്ലേ മറ്റേ ഇലടുമ്പോ ഒരു സുഹൃത്തിനെ തെരഞ്ഞെടുക്കുന്നു, കല്യാണം കഴിക്കാൻ പോകുന്നത് ആര് എന്നുള്ളത് ആ ആള് തീരുമാനിക്കുന്നു പറഞ്ഞിട്ട്. അത് മോഹൻലാലും മമ്മൂട്ടിയാണ് അപ്പുറത്ത് നിൽക്കുന്നത്. ആർക്ക് വേണ്ടി നിർമ്മിച്ച പ്രശ്നമാണ്. അതുപോലത്തെ ഒരു പ്രശ്നം ഇവിടെ ഹരികൃഷ്ണൻസിലെ ക്ലൈമാക്സിന്റെ അതേ ഒരു സിറ്റുവേഷൻ എത്തി. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട 2 പേരാണ് ആര്യനും അക്ബറും. നെവിന് പിന്നെ പ്രാധാന്യം കുറച്ച് കുറവാണ്. അതുകൊണ്ട് തന്നെ നെവിനെ ഒഴിവാക്കാൻ പറ്റില്ല. അതെ, അത് വിചാരിച്ചിട്ട് അപ്പം അതവിടെ ഫേവറേറ്റ് ആയിട്ട് മാറുകയാണ്. അപ്പൊ 3 പേരെ പിന്നെ മാത്രല്ല അവരിപ്പോ സപ്പോർട്ട് ചെയ്ത് ഒരുമിച്ച ഒരു ടീമാണ്. അപ്പോ ആ രീതിയിലുള്ള സ്നേഹം അവർക്ക് കാണിക്കണം. പിന്നെ മാത്രല്ല നമുക്ക് അറിയാഞ്ഞിട്ടാന്നുള്ളൂ എന്തുകൊണ്ടാണ് ഇതിന് മുമ്പ് പുറത്ത് ചാടി ആളെ വീണ്ടും തിരിച്ചു കൊണ്ടെന്നുള്ളതൊക്കെ നമുക്കൊരു സംശയം തന്നെയാണ്. അത് പോയത് തന്നെയല്ലേ, അതൊക്കെ എന്തെന്നുള്ളത് കണ്ടന്റ് അറിയണം. അതൊക്കെ തന്നെ ഇതിനകത്ത് ഏറ്റവും വലിയൊരു കാര്യങ്ങളാണ്. എന്താണെങ്കിലും അതിനുശേഷം സ്പൈക്കുട്ടൻ സ്റ്റോർ റൂമിൽ എത്തിയായിരുന്നു സ്വീറ്റ്സുമായിട്ട്. ദിവാലി സ്വീറ്റ്സ് ഒരു ചോട് കണക്കിന് സാധനം ഉണ്ടായിരുന്നു. നെവിൻ എന്തായാലും 2 ദിവസത്തേക്ക് കുശാലായി. അതിനുള്ള സാധനങ്ങൾ അവിടെ എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. എന്താണെങ്കിലും അതിനുശേഷം നോമിനേഷൻ എന്ന് പറഞ്ഞാൽ 1.5 നോമിനേഷൻ ആണ്. ഓപ്പൺ നോമിനേഷൻ. അത് ഭയങ്കര രസമായിട്ട് ഇവരെവിടെയാണ് ഉള്ളത് അവിടെ നിന്നിട്ട് എന്ത് ചെയ്യണം, നോമിനേറ്റ് ചെയ്യണം. അതെ, അത് ഭയങ്കര രസമായിരുന്നു. അത് നല്ല ഇതെന്താന്നറിയോ, എല്ലാവർക്കും അവിടുന്ന് ഇവിടുന്ന് കേൾക്കാൻ വേണ്ടി ഒളിഞ്ഞോട്ടവും ഓടി വരലും അങ്ങനത്തെ ഭയങ്കര വൈബ് പരിപാടികളായിരുന്നു. അനുമോളുടെ നോട്ടം. ഞാനത് ലൈവ് കണ്ടുവന്നപ്പോ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ആ ഗ്ലാസ്സിൽ പിടിച്ചിട്ട് ഇങ്ങനെ നെവിൻ നോമിനേറ്റ് ചെയ്യുന്ന സമയത്ത് ഉറപ്പാ നെവിൻ എന്നെ പറയുള്ളൂ എന്നുള്ള ഉറപ്പുണ്ടല്ലോ. ആ ഉറപ്പ് അതിൽ ആരിനപ്പുറത്ത് നിന്ന് കൈ കാണിക്കുന്ന സാധനം എന്തൊരു രസമായിരുന്നു അറിയാം. സംഭവം അടിപൊളിയായിരുന്നു. എന്താണെങ്കിലും ഫസ്റ്റ് തന്നെ നോമിനേഷൻ വന്നത് നമ്മുടെ സ്ഥിരം ബിഗ് ബോസ്. ഇപ്പൊ അത് മാറ്റില്ല, അനീഷിന്റെ അടുത്താണ് ആദ്യം തന്നെ. ആദ്യം അനീഷാണ് ഇപ്പൊ പറയുന്നത്. അനീഷ് നോമിനേറ്റ് ചെയ്തത് സാബുമോനെയും നൂറേനെയായിരുന്നു. ഓക്കെ, അനീഷ് സാബുമോന്റെ കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ അനീഷിന്റെ സ്വഭാവം നമ്മൾ എപ്പോഴും പറയുന്നതാണ്. അതായത് ഒരു കാരണം ഇവർക്ക് എപ്പോഴും
അതിനു മുൻപ് ആളെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവരായിരിക്കും ഏറ്റവും പ്രശ്നക്കാര്. അവരായിരിക്കും പിന്നെ നോമിനേഷനിലും അവരെ വരിക. അത് സാബുമാൻ എന്തുകൊണ്ടാണ് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ലാലേട്ടന്റെ മുമ്പിൽ വെച്ചിട്ട് സാബുമാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉണ്ടോ, അല്ലെങ്കിൽ മനസ്സിലായില്ലേ, പിന്നെ ആളെ ക്യാപ്റ്റൻ എന്ന രീതിയിൽ ആളെയാണ് ഏറ്റവും കൂടുതൽ അടക്കിയിരുത്താൻ അടക്കിയിരുത്താൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് എന്ന രീതിയിൽ പിന്നെ കൂട്ടത്തിൽ ചേരുന്നില്ല, ഒരു രീതിയിലുള്ള സഹകരണങ്ങൾ ഉണ്ടായിരുന്നില്ല. ആൾറെഡി ഒരു ക്യാപ്റ്റനായ ആളും കൂടി ആയിട്ടും ഇതിനെക്കുറിച്ചൊന്നും ഒരു രീതിയിലുള്ള ഒരു ഇതില്ല എന്നുള്ള രീതിയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ തന്നെ തീർത്തത് അതിനുശേഷം നെവിനോടായിരുന്നു ചോദിച്ചത്. നെവിൻ ആദ്യം പറഞ്ഞത് സാബുമോനെയും പിന്നീട് അനുമോളെയാണ് പറഞ്ഞത്. ശരിക്ക് ഏറ്റവും കൂടുതൽ കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ ചെറിയ കാരണങ്ങളല്ല, വാലിഡ് ആയിട്ടുള്ള എല്ലാവരും ഒരേ രീതിയിൽ ഒരേ സ്വരത്തിൽ ജനങ്ങൾ കൈയടിച്ച് പാസ്സാക്കാൻ പോകുന്ന നോമിനേഷൻ ആരായിരുന്നു അറിയോ? ബിഗ് ബോസ്. ബിഗ് ബോസിന്റെ പേര് നേരിട്ട് നോമിനേഷനിൽ പറയണമായിരുന്നു. ഫേവറിസം, സത്യം, എന്തൊക്കെ ഒരു 100 കാരണങ്ങളുണ്ടാവും ബിഗ് ബോസിനെതിരെ പറയാൻ. അങ്ങനെ ഒരു ടാസ്ക് കൊടുക്കുന്നു, ആലോചിച്ചോക്കില്ലേ? അതാ അങ്ങനെ ഒരു ടാസ്ക് കൊടുക്കുന്നു. ഒരു പുൽക്കൊടിക്ക് വേണ്ടിട്ടേ ഒരു വീട് മൊത്തം കത്തിക്കാണ് അവര്. അതാണ് ബിഗ് ബോസിന്റെ മൊത്തം ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല ഇത്രയും അപമാനിക്കുന്ന രീതിയിലുള്ള ക്രൂ മെമ്പേഴ്സ്. മോശമായിട്ടുള്ള ഒരു ടീമേ, ഒരു എത്തിക്സും ഇല്ല. അതാണ് ഒരാൾക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യാന്ന് പറഞ്ഞ സംഭവം. അത് പക്ക വിസിബിളാ. അതാണ് മറ്റുള്ളവരൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് ഒളിച്ചും പാത്തും ഒക്കെ ആയിരുന്നു. ഇത് ഓപ്പൺ ആയിട്ട് നമുക്ക് കാണുന്നവർക്ക് തന്നെ അറിയാം ഇത് ഇവർക്ക് വേണ്ടിയിട്ടാണല്ലോ എന്ന് ഏതൊരു സാധാരണ മനുഷ്യനും തലയ്ക്കകത്ത് മനസ്സിലാവും. ഇത് മറ്റേ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യണല്ലേ എന്നുള്ള തോന്നൽ. അങ്ങനെ ഓപ്പൺ ആയിട്ട് കാണിച്ചുകൊണ്ടാണ് ഈ മണ്ടത്തരങ്ങൾ മൊത്തം ചെയ്തു വെക്കുന്നത്. മൊത്തം എയറിലാണ് ബിഗ് ബോസ്, മൊത്തം എയറാ. സോഷ്യൽ മീഡിയ തുറക്കാൻ പറ്റില്ല. സംശയം തിരിച്ചു പറയുന്ന എല്ലാവരും. അതെ, അതായത് അവരെ ശരിക്കും മനസ്സിലാക്കണം. അവരാണ് ക്യാഷ് വാങ്ങിയിട്ടുള്ളവരും അവർക്ക് വേണ്ടി പണിയെടുക്കുന്നവരും. അതെ, മനസ്സിലായോ? ഇത്രയും തെണ്ടിത്തരം കാണിച്ചിട്ട് ഇത് ജനങ്ങൾക്ക് അറിയില്ല എന്ന് കരുതിയത്, എന്നിട്ട് അത് അങ്ങനെ അല്ലാന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പെടാപ്പാട് വരുന്നതോ എന്തിന്? ഇത് ഇങ്ങനെ ഓപ്പൺ ആയിട്ട് കാണിച്ചു തന്നിട്ട് ഇനി അത് അല്ലാന്ന് വരുത്ത് എന്തും ഉണ്ടാണ്. 2 റിവ്യൂ ആണ് നമ്മൾ ഇന്ന് ഇടുന്നത്. അതില് മൊത്തത്തിൽ ഇത് തന്നെയായിരിക്കും. അത് ഇല്ലെങ്കിൽ ഇല്ലാന്ന് നിങ്ങൾ പറ, ഒന്ന് കാണണല്ലോ. അങ്ങനെയല്ല, നമ്മളിപ്പോ ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ പറയാ, ആ സമയത്ത് അങ്ങനെയല്ല ബിഗ് ബോസ് ചെയ്തെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമെങ്കിൽ നമ്മൾ സമ്മതിച്ചു, അത്രേ ഉള്ളൂ. എന്താണെങ്കിലും അതിനുശേഷം നെവിനും സാബുമാനും തമ്മിലുള്ളൊരു സംസാരം ഉണ്ടായിരുന്നു. അതിനകത്ത് സാബുമാൻ പറയുന്നുണ്ട്, അതായത് സാബുമാൻ നെവിനെ പറഞ്ഞു. അതിന്റെ മുന്നേ, അതായത് ഇത് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം സാബുമാനും പറയുന്നുണ്ട്, നീ 2 വെള്ളത്തിൽ കാല് ചവിട്ടിക്കൊണ്ടിരുന്ന ആളാ, ഇപ്പൊ കുറച്ച് നിനക്ക് മാറ്റമൊക്കെ വന്നിട്ടുണ്ട്, നീ വെറും തരികിട എന്ന് പറയുന്നുണ്ട്. അതില് നെവിൻ പറയണ ഞാൻ തരികിട തന്നെയാണ്. അതില് സാബുമാന്റെ പറയുന്നുണ്ട്, എന്റെ ദൈവമേ ഈ തരികിടകളൊന്നും ജയിച്ചു പോവല്ലേ എന്ന് പറഞ്ഞിട്ടൊരു പോക്കുണ്ട്. ഇന്നലത്തെ എപ്പിസോഡില് ഒരു 3-4 സമയങ്ങളില് നെവിനും സാബുമാനും തമ്മിൽ സംസാരം വരുന്നുണ്ട്. അതാണ് എനിക്ക് കൺഫ്യൂഷൻ വന്നത്. അതായത് ഒരു സ്ഥലത്തല്ല, ഒരു സമയത്ത് നെവിനെ എടുത്ത് കൊടഞ്ഞിട്ട് അത് നെവിന്റെ കാട്ടം പുറത്തു വന്നു. അത് അനുമോളും സാബുമോനും കൂടിയാ രണ്ടുപേരും കൂടി ഒരുമിച്ചാണ്ട് ചെന്നപ്പോഴേ എനിക്ക് അക്ബറിനെ താങ്ങിക്കോ എന്ന് പറയുന്നുണ്ട്. അതാണ്. എന്നിട്ട് അക്ബറെ ഞാൻ താങ്ങട്ടെ, എന്നിട്ട് പോയി കെട്ടിപ്പിടിക്കുന്നു. പിന്നെ ഫുഡ് കഴിക്കുന്ന സമയത്ത് ആ സമയത്ത് അക്ബർ പറയുന്നുണ്ട് മതി ഇപ്പൊ വേണ്ട ഇനി കുറച്ച് കഴിഞ്ഞിട്ട് മതി എന്നൊക്കെയുള്ള രീതിയിൽ പറയുന്നൊക്കെ ഉണ്ട്. ശരിക്കും അക്ബറും അടുത്തിട്ടുണ്ടാവും. ഈ ചെങ്ങാനെ കൊണ്ട് കുടുങ്ങിയല്ലോ. ആ കിച്ചണിൽ നിന്ന് പോയിട്ട് മസാജ് ചെയ്യുന്ന ഒരു സംഭവം ഉണ്ട്. ആ സമയത്ത് പറയണ്ട് വിടറാന്ന് പറയുന്നുണ്ട്. ഒരു സെൽഫ് റെസ്പെക്ട് എന്ന് പറഞ്ഞ സാധനം വേണ്ട. അവിടുന്ന് പറയുന്ന കേട്ടില്ല, ഞാൻ അടിമയാണ് സ്വയം. ഒരു തൊടലും കൂടിയും അക്ബറിന്റെ കൈ കൊടുക്കുക, എന്നിട്ട് നേരെ കഴുത്തിൽ ചുറ്റിയിട്ടേ ഇങ്ങനെ ബാന്ന് പറഞ്ഞ് വലിച്ചുകൊണ്ടോണം. നിവിൻ സ്റ്റേ എന്ന് പറയുന്ന സമയത്ത് കൈയൊക്കെ പൊക്കി നമസ്കാരം പറയാ അങ്ങനത്തെ അതേപോലെ ഇങ്ങനെ കൊണ്ടടക്കണം. സത്യമായിട്ടും. എന്താണെങ്കിലും അതിനുശേഷം നെവിൻ ഇങ്ങനെ അളിഞ്ഞ് ഇത്രയും തരം താന്ന ലെവലിലേക്ക് പോകുന്ന നമ്മള് ഭയങ്കര രസമാണല്ലോ ഇവന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഇജാതി നോളത്തരം കാണിക്കാൻ തുടങ്ങിയത്. ഇതൊക്കെ കോമഡി നിങ്ങൾക്ക് നമുക്ക് അവസരമുണ്ട്, ഇനിയും പറയാൻ അവസരമുണ്ട് നെവിനെ കുറിച്ച്. ഇടയ്ക്കിടയ്ക്ക് തരും, പുട്ടിന് തേങ്ങ ഇടുന്ന പോലെ. നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ആ സംഭവം തന്നോണ്ടിരിക്കുന്നുണ്ട്. എന്താണെങ്കിലും അടുത്തത് ആര്യനായിരുന്നു. അല്ലെ, ഇതിന്റെ കൂടെ പറയേണ്ട ഒരു കാര്യമുണ്ട്. ഈ നെവിൻ ശരിക്കും രക്ഷപ്പെട്ടു പോയത് ഇപ്പൊ നമുക്ക് വെറുപ്പിക്കലായി തോന്നുന്നില്ലേ? വെറുപ്പിക്കലാവാതിരുന്ന ഇരിക്കാതെ കുറച്ചു കാലം നമുക്കിത് എന്റർടൈൻമെന്റ് ആയി പോകാൻ കാരണം എന്താ അറിയോ?
അന്ന് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. എപ്പോഴും ഇവരിപ്പോ ആകെ കുറച്ച് 9 ആൾക്കാരേ ഉള്ളൂ. ഇവരുടെ എല്ലാം പുറത്തു വരികയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ല, അതായത് സ്പേസ് കൂടുതൽ കിട്ടി തുടങ്ങി. അതെ, അത് കാണിച്ച് ഇത് അപ്പൊ മൊത്തം നെവിന്റെ പുറത്ത് വന്നപ്പോ ശരിക്കും ഇപ്പൊ മനസ്സിലായി അത്രക്ക് വൃത്തികെട്ട കളിയാണ് കളിക്കുന്നത്. മറ്റേന്ന് പറഞ്ഞാൽ ഇത്തിരി കണ്ടാൽ മതിയായിരുന്നു ചില സംസാരങ്ങൾ. അപ്പൊ നമുക്ക് നല്ല രസമാണല്ലോ. അപ്പൊ അതിൽ കൺട്രോൾ ഉണ്ട്, കുറച്ച് കാര്യങ്ങൾ നല്ലത് മാത്രം കട്ട് ചെയ്ത് വിടുകയുള്ളായിരുന്നു. അതെ, ഇപ്പൊ എല്ലാം പുറത്തു വരുന്നുണ്ട്. ഇപ്പം നാറി നരയിച്ചോണ്ടിരിക്കല്ലേ, നാറ്റക്കേസാണ് സാധനം. അതെ. എന്താണെങ്കിലും ആരും നോമിനേറ്റ് ചെയ്തത് ഷാനവാസിനെയും പിന്നെ അനീഷിനെയും ആയിരുന്നു കേട്ടോ. അതായത് ഷാനവാസിന് മുന്നിൽ ഇരുന്നിട്ട് തന്നെ ഭയങ്കര രസമായിരുന്നു കേട്ടോ ആ നോമിനേഷൻ. ആരും നോമിനേറ്റ് ചെയ്തത് സൂപ്പറായിരുന്നു, അടിപൊളിയായിട്ട് അത് ചെയ്തു. കാരണങ്ങളും സൂപ്പറായിരുന്നു. ഷാനവാസിനൊക്കെ പറഞ്ഞത് സൂപ്പർ കാരണങ്ങളായിരുന്നു. അതുപോലെ തന്നെ അനീഷിനെ കുറിച്ച് പറഞ്ഞതും അതേപോലെ കറക്റ്റ് കണ്ണിങ് ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു. അതിനുശേഷം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നോമിനേഷൻ ആയിരുന്നു കേട്ടോ അനുമോളുടേത്. ഏതാ നോമിനേഷൻ? അത് മൊത്തം സീസണിൽ ഏറ്റവും ബെസ്റ്റ് നോമിനേഷനിൽ വരും. അതായത് ഇതിന് നല്ല തണ്ട് എന്ന് പറഞ്ഞ സാധനം വേണം, മനസ്സിലാവുന്നുണ്ടോ? അപാരമായ ധൈര്യം വേണം. ബിഗ് ബോസിനെതിരെ പറയുന്നത്. ഇതിന്റെ കൂടെ നോമിനേഷൻ ചെയ്യുന്നുണ്ട്, എന്നാൽ അതില് ശരിക്കും ബിഗ് ബോസ് കട്ട് ചെയ്യാൻ എന്തോരം ബുദ്ധിമുട്ടിയുണ്ടാവും. ഇന്നലെ എപ്പിസോഡിൽ ഈ സാധനം മുക്കാൻ ലൈവ് കണ്ടവർക്ക് അറിയാം അനുമോളുടെ നോമിനേഷൻ എന്തായിരുന്നു. എപ്പിസോഡ് വന്നപ്പോഴത്തേക്കും പകുതി സാധനങ്ങളില്ല, കട്ടിങ് ചെയ്ത്. അപ്പോ നല്ല കിടിലൻ സാധനങ്ങള് മറ്റുള്ളവര് ലൈവിലോ അല്ലെങ്കിൽ ലൈവില് പോലും വരാത്ത സാധനങ്ങൾ അപ്പൊ ബിഗ് ബോസിനെതിരെ ഇവര് പറയുന്നുണ്ടാവാം. മറ്റു സീസണിലൊക്കെ അത് വന്നിട്ടുണ്ടാവും. എനിക്ക് അതെന്താന്ന് അറിഞ്ഞുകൂടാ. എന്താ ഈ സീസണിലെ ടീമിന് നെട്ടലില്ല, സത്യം. ഉളുപ്പില്ലാത്തവന്മാർക്ക് പേടി. അത് അവിടുത്തെ ഒരു പറഞ്ഞിട്ടുണ്ടാവും കഴിഞ്ഞ സീസണിലൊക്കെ. പക്ഷേ ഈ സീസണില് അനുമോളിരുന്നിട്ട് പല കാര്യങ്ങളും ഇതിന് മുൻപും നമ്മൾ പറഞ്ഞില്ലേ, പിന്നെ ഏത് പാർഷ്വാലിറ്റി ഉണ്ട് എന്നുള്ളത് പ്രത്യേകമായി പറഞ്ഞത്. എന്നിട്ട് ലാലട്ട് ചോദിച്ച് അത് ക്ലിയർ ചെയ്തതാ. അത് കഴിഞ്ഞ് ഇപ്പൊ അത് വീണ്ടും കാണുമ്പോ ഓരോന്നും അക്കമിട്ട് എണ്ണി 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 പറഞ്ഞ് നോമിനേറ്റ് ചെയ്തു. നെവിൻ ഓരോന്ന് ചെയ്തതും പറഞ്ഞു. അക്ബറിനെ കുറിച്ച് കൃത്യമായി പറഞ്ഞു. അക്ബറിന് അവിടെ ആളുണ്ട് എന്ന് പറഞ്ഞു. അതെ, അക്ബറിനെ ഒന്നും ഇവരൊന്നും എന്ത് ചെയ്താലും ഇവരോട് ചോദ്യം ചെയ്യൂല എന്നുള്ള രീതിയിൽ തന്നെ സംസാരിച്ചിട്ടാണ് പറയുന്നത്. അക്ബറിന് പുറത്തു ആളുണ്ട്, ടീമിൽ ആളുണ്ട് എന്നുള്ള രീതിയിൽ തന്നെ പറഞ്ഞു. അതൊക്കെയാണ് കണ്ണിങ് ആയിട്ടുള്ള. എന്നിട്ടോ ഇതൊന്നും പ്രേക്ഷകരെ കാണിച്ചു കൊടുക്കുന്നില്ല. എപ്പിസോഡ് കാണുന്നവരായിട്ട് അത് നാണക്കേട്, പേടിയാണ് നിങ്ങൾക്ക്. എപ്പിസോഡ് കാണുന്നവർക്ക് അറിഞ്ഞൂടാ ഇത് ഇങ്ങനെയാണെന്നുള്ളത്. പക്ഷെ ലൈവ് കണ്ടവർക്ക് എല്ലാവർക്കും അറിയാം അവിടുത്തെ നോമിനേഷൻ എമ്മാതിരി നോമിനേഷൻ ആയിരുന്നു എന്ന്. പേടിത്തൊണ്ടന്മാരല്ലേ, അത് നമ്മക്കെതിരെ പറഞ്ഞു എന്നുള്ളത് അത് കട്ട് ചെയ്ത് കളഞ്ഞിരിക്കുക. എക്സ്പോസ് ആവാൻ കരുതിയോ? അല്ലെങ്കിൽ എക്സ്പോസർ ആണ്, മനസ്സിലായോ? മുണ്ടിട്ട് നടക്കണം നിങ്ങൾക്ക്, കറുത്ത മുണ്ട്. അനുമോള് പറഞ്ഞതൊക്കെ സത്യമാണെന്നുള്ളത് ഇത് കാണുന്ന ആൾക്കാർക്ക് മൊത്തം അറിയാം. അതാണ് അതിനകത്ത് വേറൊരു കാര്യം. ഇപ്പൊ ബിഗ് ബോസ് ഇതിനകത്തേക്ക് ഇതിന്റെ ഉള്ളിലേക്കും പുറത്തേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നതേ തലയിൽ മുണ്ടിട്ടാ. ആരെങ്കിലും കണ്ടാ ഭയങ്കര നാണക്കേടാണ്. എന്താണെങ്കിലും അതിനുശേഷം അക്ബർ ആയിരുന്നു നോമിനേഷൻ ചെയ്തത്. അത് ആദിലേനെയും നൂറേനെയാണ്, രണ്ടുപേരും അങ്ങ് നോമിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നൂറയാണ് നോമിനേറ്റ് ചെയ്യാൻ വന്നത്. അത് അക്ബറിനെയും പിന്നെ ആരിനെ. നൂറയുടെ ഒരു കാര്യത്തിന്റെ കൂടെ ചേർത്ത് പറയണം. അതായത് നൂറ രാവിലെ അതിന് മുൻപ് നോമിനേഷന്റെ കാര്യങ്ങളൊക്കെ മുമ്പ് വരുന്നതിന് മുമ്പ് അനുമോളോടും ആതിരയോടും പറയണേ, എനിക്ക് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല ആരെയും ഇപ്പം നോമിനേഷനിൽ പറയാൻ. അപ്പോൾ ആതിരൊരു കൊടുക്കലുണ്ട്, എന്നൊരു കാര്യം ചെയ്യും മോളെ മാറിയില്ലേ എന്നിട്ട് ബിഗ് ബോസിനോട് പറ എനിക്ക് പ്രത്യേകിച്ച് നോമിനേഷൻ കാരണങ്ങളൊന്നുമില്ല, എന്നിട്ട് നോമിനേഷനിൽ പങ്കെടുക്കുന്നില്ല എന്ന് പറയാറ്. നൂറ് ഒരു വീക്ക് കണ്ടസ്റ്റന്റ് ആണ് ആ ലെവലിൽ വെച്ച് നോക്കുമ്പോ. ഇപ്പൊ എനിക്ക് തോന്നുന്നു ആ ഒരു 9 പേരിൽ ഏറ്റവും വീക്ക് ആയിട്ടുള്ള കണ്ടസ്റ്റന്റ് അത് നൂറയാണ്. അതിനകത്ത് വേറൊരു അഭിപ്രായ വ്യത്യാസം, ഗെയിമർ എന്നുള്ള രീതിയിൽ, അല്ലാണ്ട് വേറെ എല്ലാം പറയുന്നത്. ഗെയിമർ എന്ന രീതിയിൽ ആള് വളരെ വീക്ക് ആയിട്ടുള്ള കണ്ടസ്റ്റന്റ്. 9 പേരിൽ ഏറ്റവും വീക്ക് ആളാണ്. പിന്നെ അതിനുശേഷം സാബുമാനായിരുന്നു നോമിനേറ്റ് ചെയ്യാൻ വേണ്ടി വിളിച്ചത്. സാബുമാൻ ഇങ്ങനെ നടക്കുക, എന്നിട്ട് ബിഗ് ബോസിനോട് എങ്ങോട്ടാ പോണേന്ന് ചോദിച്ചു സാബുമാനോട്. അപ്പൊ ഞാൻ നടന്നോണ്ട് പറഞ്ഞ പോലെ പറ്റൂല അവിടെ ഇരിക്കുന്നു പറയുന്നത്. അതിൽ അവിടുന്ന് അനുമോളുടെ ഒരു നൂറ് ഏതിലൂടെയൊക്കെ നടന്നു. നൂറ ബാത്റൂമിലൊക്കെ പോയി, ആ ഡ്രസ്സിംഗ് റൂമിൽ പോയി വിളിച്ചത്. എന്താ മറ്റുള്ളവരെ കണ്ടു കഴിഞ്ഞാൽ ഒന്നും പറയാൻ പറ്റില്ല അവർക്ക്. അതാണ് കോൺഫിഡൻസ് ഇല്ലായ്മേ. സേഫ് ഗെയിം കളിച്ചിട്ടാണ്. അതാണ് ആദ്യം പോലെ അങ്ങനെ കളിച്ചു വന്നിട്ട്. അതായത് ഇപ്പൊ ഇവനെ ഞാൻ പറയുമ്പോ ഇവന്റെ മുമ്പിൽ നിന്ന് ഇവനെ പറയാൻ മനസ്സിൽ തോന്നുന്നൊരു എന്തെന്ന് പറയാ ഒരു ജാള്യത ഉണ്ടല്ലോ, ആ സാധനം
ഇവരെന്നെ നോക്കി നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട്. അതിനൊക്കെ ഇപ്പോഴും പറയാം അനുമോള് അതിലൊക്കെ പക്കയാണ്, മുഖത്ത് നോക്കിട്ട് തന്നെ. എടാ ഇവർ രണ്ടുപേരും എന്തൊരു ചലഞ്ചാ കൊടുക്കുന്ന, അക്ബറും ആര്യനും. അനുമോള് നോമിനേഷൻ ചെയ്യുന്ന സമയത്ത് അവിടെ മുന്നിൽ പോയിരിക്കല്ലേ, എന്നിട്ട് എന്തെങ്കിലും കുലുക്കണ്ട അയാൾക്ക്. പറയേണ്ട കാര്യം കറക്റ്റ് പറഞ്ഞില്ലേ, പറയേണ്ട കാര്യം കുറച്ച് കൂടുതൽ പറഞ്ഞു എന്നാണെങ്കിൽ പറയണം. എന്താണെങ്കിലും സാവുമാൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ബിഗ് ബോസ് അനൗൺസ് ചെയ്ത് എവിടെയെങ്കിലും ഇരിക്കുന്നു. അപ്പം അനുമോള് പറയുന്നുണ്ട്, എടാ എവിടെയെങ്കിലും ഇരിക്കടാ, ക്യാമറയ്ക്ക് ക്ലോസ് വെക്കാനാണെന്ന്. അപ്പൊ തന്നെ അനുമോൾക്ക് ഒരു അഭിനന്ദനം ബിഗ് ബോസിന്റെ. അനുമോൾ കൊള്ളാലോ എന്ന്, ഷോട്ടുകളെ കുറിച്ചൊക്കെ ഭയങ്കര ധാരണയാണല്ലോ. അപ്പൊ തന്നെ അനുമോൾ രഹസ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ പ്രൊഫഷൻ അല്ലേ, പ്രൊഫഷനായി പോയില്ലേ. എന്താണെങ്കിലും ഇതിനുശേഷം സാവുമാൻ നോമിനേറ്റ് ചെയ്ത് നെവിനെയും അനീഷിനെയും ആയിരുന്നു. കിട്ടില്ല നോമിനേഷൻ ആയിരുന്നു രണ്ടും. അല്ലെ ഇങ്ങനത്തെ കാര്യങ്ങളിലെ ഭയങ്കര ഐഡിയ ആണ് അനുമോൾക്ക്. കൃത്യമായിട്ട് ഇത് ഇതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്നുള്ളത് ആള് കൃത്യമായിട്ട് മനസ്സിലാക്കി. ഇതിനു മുമ്പ് സാബുമ വന്നപ്പോ സാബുമോൻ ഇത് സാബുമോനാന്ന് പറഞ്ഞിട്ടില്ലേ, സാബുമോന്റെ സൗണ്ട് കേൾക്കുന്നതിന് മുൻപ് മുൻ മത്സരാർത്ഥിയായിരുന്നോ ഏത് മറ്റു സീസണിലെ ചോദിക്കുന്നുണ്ടല്ലേ. അതാണ് അങ്ങനത്തെ ഭയങ്കരമായിട്ടുള്ള ബ്രില്യന്റ് ആയിട്ടുള്ള മൈൻഡ് ഉണ്ട് ആൾക്ക്. ചില സംഭവങ്ങളിൽ ഭയങ്കരമായിട്ട് ശ്രദ്ധ ഭയങ്കരമാണ്. അത് ഇന്നലെ പറയാനുണ്ട്, സംഭവങ്ങളുണ്ട്. എന്താണെങ്കിലും ഇതിനു ശേഷം ഈ നോമിനേഷൻ ചെയ്തു കഴിഞ്ഞതിന് ശേഷം നെവിന് തുടങ്ങി. നെവിനും സാവുമാനും തമ്മിൽ ഭയങ്കരമായിട്ടുള്ള സംസാരമായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും. അതാ പറഞ്ഞു, ഇതിങ്ങനെ തുടർച്ചയായിട്ട് നടക്കുന്നുണ്ടായിരുന്നു. ആദിലയുടെ മറ്റേ നോമിനേഷനെ കുറിച്ച് പറഞ്ഞോ? ഇല്ലല്ലോ, അത് വരുന്നുള്ളൂ. സംഭവം ഈ നെവിൻ സാബുമാൻ ഈ വിഷയം ഉണ്ടല്ലോ, ഇത് ചെറുതായിട്ട് തുടങ്ങുന്നത് ഇപ്പം മുതലല്ല. അനുമോളുടെ അടുത്ത് കഴിഞ്ഞ വീക്കില് മോശമായ രീതിയിൽ അടുത്ത് വന്ന് ആ സമയം മുതൽ തുടങ്ങിയതാണിത്. സത്യം. അതിന്റെ പീക്കാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് നെവിൻ പറയുന്നതിനകത്ത് ഒരു ഇതുമില്ലെന്നേ. നീ മറ്റേ അനുമോളുടെ പാവയാണ്, അല്ല അനുമോളുടെ ചിലങ്കയാണ്. അതില് നെവിൻ സാവുമാൻ തിരിച്ചു പറയുന്നുണ്ട്, നീ അക്ബറിന്റെ വാലുകാട്ടി നടക്കുന്ന, നീ താങ്ങി നടക്കുന്ന ആളല്ലേ. നീ എന്നെ കുറിച്ച് അനുമോളുടെ ഞാൻ ചിലങ്കയാണെന്ന് പറയുന്നുണ്ടെങ്കിൽ ഞാൻ തിരിച്ച് നിന്നെ മറ്റേ അക്ബറിന്റെ വാലാണെന്നും പറയുന്നു. അതെന്ത് പ്രശ്നമുള്ളതെന്ന് ചോദിച്ചു. ആദ്യം അതായത് അക്ബറിന്റെ വാലാണ് ആര്? നെവിൻ. അത് പറഞ്ഞ് അതിന് തിരിച്ചടിച്ച സാധനമാണ് ഇത്. തിരിച്ചു പറയുന്നോണ്ടാ. അതായത് ഛർദിച്ചെടുത്ത് കഴിക്കാന്ന് കേട്ടില്ലേ, ആ സാധനമാണ് നെവിൻ ചെയ്യുന്നത്. സത്യം. മനസ്സിലാവുണ്ടോ? പിടിച്ചു നിൽക്കാൻ എന്തെങ്കിലും വിളിച്ചു പറയാം. അതായത് നോമിനേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോ പറയുന്ന സാധനം എന്താന്ന് പറയുക, ഇത് ഞാൻ വന്നപ്പം മുതൽ എന്നെ നോമിനേറ്റ് ചെയ്യുന്നത്, നിനക്ക് മാറ്റി പിടിക്കാനൊന്നുമില്ല. മാറ്റിപ്പിടിക്കാൻ എന്താ നെവിൻ അവിടെ ചെയ്യുന്നത്? നെവിൻ ചെയ്യുന്നത് എന്താ അത് തന്നെയാണ് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരാളുടെ പുറകെ ഇങ്ങനെ താങ്ങി നടക്കുക, അയാള് പറയുന്നത് കേട്ടിട്ട് പല കാര്യങ്ങളും അവിടെ ചെയ്യുക, ഇതല്ലേ ഇപ്പൊ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഇതിന്റെ കൂടെ അനുമോള് കൂടുന്നുണ്ട്. അനുമോള് ഒരു കാര്യം പറയുന്നത് അത് അടുത്തില്ല, ഇനിയുണ്ട്, മൂന്നാമത്തെ വർഷം വരുന്നുണ്ട്. അതിലാണ് അനുമോളും സാവുമാനും കൂടി രണ്ടുപേരും കൂടി ഒരുമിച്ച് അറ്റാക്കി. ഒരു രക്ഷയില്ല. ഈ സമയത്ത് അക്ബറിന്റെ കൂടെയാണ് നെവിൻ ഇരിക്കുന്നത് ഈ സന്ദർഭത്തിൽ. അതിൽ അക്ബർ പറയുന്നുണ്ട്, എടാ അത് അവനും പറയാനുള്ള അവകാശമില്ലേ, നീ ഒരാളെ നീ ഇപ്പം അനുവിന്റെ ഇതാണെന്ന് നീ പറയുന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ സാബുമാനും പറയാനുള്ള അവകാശമുണ്ട്. അതിനകത്ത് ചോദ്യം ചെയ്യേണ്ട ആവശ്യമില്ല. അതായത് ഈ നെവിന്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ നെവിനെ കുറിച്ച് ഒന്നും പറയാൻ പാടില്ല. അതാണേ, നെവിനെ നോമിനേറ്റ് ചെയ്തു എന്ന് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നെവിന് തുടങ്ങി. എന്നിട്ട് എന്നാ പറയും ചെയ്യും, ഇതാണ് ബിഗ് ബോസ്, ബിഗ് ബോസ് എന്ന് പറയും. ഇത് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞിരിക്കും മറ്റുള്ളവരോട്. അതായത് സ്വന്തം കാര്യത്തില്ല, നമ്മള് വേറൊരാളെ ബുള്ളിയും ചെയ്യും. ഇത് ബുള്ളിയും ടീമാണല്ലോ ഈ അക്ബറും ആര്യനും നെവിനും. ക്യാപ്റ്റൻസ് 3 പേരും ക്യാപ്റ്റന്മാരാണെന്ന് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ചെയ്ത് കാണിച്ചു കൂട്ടിയതൊക്കെ കണ്ടതാണ്. അയ്യോ ഭീകരായിരുന്നു. അതിന് മുമ്പുള്ളതൊക്കെ കാണാൻ നോമിനേഷന്റെ സമയങ്ങളിലൊക്കെ ഇവര് ചെയ്യുന്നതൊക്കെ ഉണ്ട്. ഇവര് 3 പേരും ജോയിന്റ് ആയി കഴിഞ്ഞാൽ പിന്നെ പല കാര്യങ്ങളും അങ്ങനെ തന്നെയാണ്. അതിനകത്തൊന്നും ഒരു മാറ്റവും ഇല്ല. അതിപ്പോഴും ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ വേറെ കാര്യം കേട്ടോ, അതായത് നൂറ, ആദില, അനുമോള് ഇവരൊരുമിച്ച് ക്യാമറയുടെ മുമ്പ് പോയിട്ട് ഇവിടെ ആണുങ്ങൾ ഇത്ര പേരുണ്ട്, ഞങ്ങൾ 3 പെൺകുട്ടികളേ ഉള്ളൂ, ഞങ്ങളവിടെ നിർത്തണം, അവരെ ഇതേക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സാധനം ഉണ്ടായിരുന്നു. അതൊരു മോശം സാധനമാണ്. കോമഡി പരമായിട്ടാണെങ്കിൽ പോലും അതൊരു ജെൻഡർ കാർഡ് ഇറക്കിയിട്ടുള്ള ഒരു പരിപാടിയാണ്. എനിക്കത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ മേ ബി 2 ആണ് പോയേക്കാം. ഇനി നൂറക്ക് കുറച്ചും കൂടി, അതായത് ബിഗ് ബോസിന്റെ ഇപ്പോഴത്തെ സ്വഭാവം വെച്ചിട്ട് ഇത് പറഞ്ഞുകൊണ്ട് തന്നെ നൂറ പോട്ടെ എന്നുള്ള രീതിയിൽ എങ്ങനെ കരുതും. വോട്ടൊന്നും ഇനി നോക്കൂല നോക്കട്ടോ. ഇനി നൂറതിൽ പുറത്തു പോവാണെങ്കിൽ ഒന്നും കൂടി ബിഗ് ബോസ് എക്സ്പോസ് ആവും. വോട്ട് നോക്കിയിട്ടായിരിക്കില്ല എന്നുള്ളതിന് തെളിവെന്നറിയോ? ആദില നോമിനേഷനില് ഷാനവാസിന്റെ പേര് പറഞ്ഞില്ല.
ബ്രില്യന്റ് ഗെയിം അല്ലേ? കിടിലനായിരുന്നു അത്. ഉറപ്പായിട്ടും അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷാനവാസ് തിരിച്ചു ഉറപ്പായിട്ടും പറയും. അപ്പൊ രണ്ടെണ്ണാവും. അപ്പൊ അതാണ് ബുദ്ധിപൂർവ്വം കളിക്കുക എന്ന് പറഞ്ഞ സംഭവം. അതായത് ആദില നൂറ രണ്ടുപേർക്കുള്ള ഫാൻസ് ഒരേ ടീമാണ്. അതെ, അവര് ആർക്ക് വോട്ട് ചെയ്യും? രണ്ടുപേരും ഒരുമിച്ച് വന്നാല് ഇതിപ്പോ നൂറക്ക് മാത്രം വോട്ട് ചെയ്താൽ മതി, സ്പ്ലിറ്റ് ആയി പോവില്ല. അതാണ് ഗെയിം കണ്ടറിഞ്ഞ് കളിക്കുക എന്ന് പറഞ്ഞ സാധനം. അതാണ് ഇവർക്ക് നല്ല സപ്പോർട്ട് ഉണ്ട്. അതാണ്. പിന്നെ അനുമോളുടെ വോട്ട് കുറച്ച് അനുമോൾ എന്തായാലും സേഫ് ആവും അറിയാം. അപ്പൊ ഫുള്ളായിട്ട് അനുമോൾ കൊടുക്കേണ്ട കാര്യം വരില്ല, കുറച്ച് ഇവരെ സേഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർക്ക് കുറച്ച് കൊടുക്കും. ആ സാധനം വെച്ച് ഇനി ഇത്രയും വോട്ട് വന്നിട്ടും നൂറ പുറത്തു പോകുന്നുണ്ടെങ്കിൽ, അതിനകത്ത് ഉറപ്പല്ലേ, വോട്ടിന്റെ അടിസ്ഥാനത്തിൽ പുറത്തു പോകുന്നുണ്ടെങ്കിൽ ബിഗ് ബോസ് ഒന്നുകൂടെ എക്സ്പോസ് ആവും. ഉറപ്പായിട്ടും അവിടെ ആരെ സേഫ് ചെയ്യാനാന്നുള്ളതും സേഫ് ആക്കാനുള്ളതെന്നൊക്കെ പുറത്തു വരും. എന്തായാലും ആദിലേന്റെ നോമിനേഷൻ ഇതായിരുന്നു. അക്ബറും അനീഷും ആയിരുന്നു ആദില നോമിനേറ്റ് ചെയ്തത്. ആരിന് എട്ടി ആരിനെ ഷാനവാസിന് എന്താ പറയാത്തത്? ഷാനവാസ് അതിൽ വരുമായിരുന്നല്ലോ. അതെ, ഷാനവാസ് അപ്പൊ പറയുന്നുണ്ട്. ഷാനവാസുക്കാരന്റെ പേര് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഷാനവാസുക്ക് എന്റെ പേരും പറയും. അതിലൂടെ മറ്റൊരു കാര്യം ഉണ്ടായി. അതായത് ഇവർ തമ്മിലുണ്ടായിരുന്ന ഒരു പ്രശ്നം ഉണ്ടല്ലോ, അതിന്റെ ഭാഗമായിട്ട് എപ്പോഴും ഷാനവാസുക്കാരന്റെ പേര് പറഞ്ഞുകൊണ്ടേ ഇരിക്കുമായിരുന്നു അതില. അതിനുശേഷം ഇപ്പോഴാണ് ഷാനവാസുക്കാരന്റെ പേര് പറയാതിരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ അതിലൂടെ ഈ പ്രാങ്ക് വഴി ആള് പോണമെന്ന് കരുതിയിട്ടില്ല. അവരുടെ ആ ഒരു കെട്ടിപ്പിടുത്തവും കാര്യങ്ങളും ആ ഒരു ഇമോഷണൽ കണക്ഷനും അവിടെ ഊട്ടുറപ്പിക്കാനും കൂടി പറ്റി. അതെ, പിന്നെ ഒരു കാര്യമുണ്ട്, അത് പക്ക സേഫ് ആണ്. രണ്ടുപേരും സേഫ് ആവുകയാണ് ചെയ്തത്. അതെ, ഷാനവാസും സേഫ്. അതായത് ഷാനവാസിന്റെ പേര് പറഞ്ഞാൽ ഷാനവാസിന് രണ്ടാമതാവും, 2 വോട്ട് ആവുകയാണ്. ആരും ഓൾറെഡി ഒന്ന് പറഞ്ഞു വെക്കുകയാണ്. അപ്പം ഷാനവാസിന്റെ പേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷാനവാസിന് 2 വോട്ടാവും. ഷാനവാസ് തിരിച്ചെന്താണെങ്കിലും പറയും, ആദിലേന്റെ പേരും പറയും. കാരണമാണത്. അതെ, നല്ല കാരണമുണ്ട് തീർച്ചയായിട്ടും. അപ്പം എന്താണെങ്കിലും അതിനുശേഷം വന്നത് ഷാനവാസിന്റെ നോമിനേഷൻ തന്നെയായിരുന്നു. ഷാനവാസ് നോമിനേറ്റ് ചെയ്തത് ആരിനെയും പിന്നെ അനുമോളെ. ബിഗ് ബോസ് പോലും കരുതിയില്ലട്ടോ, ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ലേ. അവര് പോലും വിചാരിച്ചത്. അതുകൊണ്ടാണ് ആദിലന്റെ സമയം കഴിഞ്ഞിട്ട് ഷാനവാസിന് സമയം കൊടുത്തത്. അതെ, അത് എല്ലാത്തിലും വ്യക്തമാണ് സംഗതി. തീർച്ചയായിട്ടും. എന്താണെങ്കിലും അതിനുശേഷം എല്ലാരും ലിവിംഗ് റൂമിൽ വിളിച്ച് ഓരോരുത്തരെയും വോട്ടിന്റെ കണക്കുകൾ പറഞ്ഞു. 3 വോട്ടുകളുമായിട്ട് അനീഷ്, അക്ബർ, ഇവർ രണ്ടുപേരുമാണ് 3 വോട്ടുമായിട്ട്. സാബുമാൻ 3 പേരാണ് 3 വോട്ടുമായിട്ട്. സാബുമാൻ 2 ഫസ്റ്റ് വിളിച്ച സാബുമാൻ. പിന്നെ അനീഷിന് 3, നൂറയ്ക്ക് 2, അനുമോൾക്ക് 2, പിന്നെ ഒരാളും കൂടി ആരിന് 2. ഇവര് 4 പേർക്ക് 2ഉം 3 പേർക്ക് 3 വീതമായിരുന്നു. ആദിലക്കും ഷാനവാസിനും ഓരോന്നുള്ളൂ. ആദിലയും ഷാനവാസാണ് എവിക്ഷനിൽ ഷാനവാസിന് 1 കിട്ടിയില്ലേ? ഒറ്റൊന്ന്. ഷാനവാസിനും 1 ആദിലേക്കും 1. അതുകൊണ്ട് ഇവർ രണ്ടുപേരും എവിക്ഷനിൽ നിന്ന് രക്ഷപ്പെട്ടു. ബാക്കി എല്ലാരും നോമിനേഷനിൽ വന്നിട്ടുണ്ട്. എന്താണെങ്കിലും ബാക്കി കാര്യങ്ങൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. മടുത്തു. ബൈ.